ഇവൻ്റെ ബർത്ത്ഡേ ആയിട്ട് മന്തി വാങ്ങിക്കാനായിട്ട് അൽഡ്രീമിൽ പോയി വാങ്ങിച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് ഛർദി ഉണ്ടായിരുന്നു, പിന്നെ ലൂസ് മോഷനും. മോക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര വയറുവേദനയായിരുന്നു. അങ്ങനെ സ്കാനിങ് ചെയ്തു. ഞങ്ങളുടെ കയ്യിലും കാശില്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ അടക്കണമെങ്കിലും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്ത അവസ്ഥ. ഇപ്പം ഹസ്ബൻഡ് ഈ ആഴ്ച മുഴുവൻ ലീവായിരുന്നു, ടൈൽസിൻ്റെ വർക്കാണല്ലോ. ഇത് പോയാലാണ് സാലറി കിട്ടത്തുള്ളൂ. നമസ്കാരം. ജന്മദിന ആഘോഷത്തിനിടയിലാണ് കുഴിമന്തി കഴിച്ച് ഒരു കുടുംബത്തിലെ 5 കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റത്. കഴിഞ്ഞ 10-ാം തീയതിയാണ് കത്രിക്കടവിലെ അൽഡ്രീം എന്ന ഹോട്ടലിൽ നിന്നും കുഴിമന്തി വാങ്ങിക്കഴിച്ച ഒരു കുടുംബത്തിലെ 5 കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റത്. വൈറ്റില സ്വദേശിയായിട്ടുള്ള ടോണി പീറ്ററിൻ്റെ മക്കളായ ബെവൽ പീറ്റേഴ്സൺ 12 വയസ്സ്, ബെല്ല മരിയ 9 വയസ്സ്, ബെൻഡോണിയോ 6 വയസ്സ്, ഈ ടോണി പീറ്ററിൻ്റെ സഹോദരനായ ടോജു പീറ്ററിൻ്റെ മകൻ ഏതൻ ടോജു, മകൾ ജുവൽ മേരി എന്നിവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. മാത്രമല്ല ഈ ടോണി പീറ്ററിനും ഭക്ഷ്യവിഷബാധയേറ്റു. ഈ ദിവസം ഈ ടോണി പീറ്ററിൻ്റെ മകനായ ബെൻഡോണിയയുടെ ബർത്ത്ഡേ ആയിരുന്നു. അത് ആഘോഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ കത്രിക്കടവിൽ നിന്നും ഈ കുഴിമന്തി വാങ്ങിയത്. ഇത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കേക്കൊക്കെ മുറിച്ചതിന് ശേഷം കഴിച്ചു. ബന്ധുക്കളും എല്ലാവരും ചേർന്നിട്ടാണ് കഴിച്ചത്. കഴിച്ചതിന് ശേഷമാണ് ഈ കുട്ടികൾക്ക് തൊട്ടടുത്ത ദിവസം കടുത്ത വയറുവേദനയും ഛർദിയും ഉണ്ടായത്. അങ്ങനെ അത് നിൽക്കുന്നില്ല എന്ന് കണ്ടതോടു കൂടിയിട്ടാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ഭക്ഷ്യവിഷബാധയാണ് എന്ന്. നിർത്താതെ ഇവരുടെ വയറ്റിൽ നിന്നും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഛർദിയും അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ ആണ് ഈ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതാണ് എന്നുള്ള ഒരു വിവരം അറിയുന്നത്. തുടർന്നാണ് ടോണി പീറ്റർ നോർത്ത് പോലീസിൽ പരാതി നൽകുകയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എത്തി ഈ ഹോട്ടൽ അടച്ചുപൂട്ടി പോലീസ് FIR ഇടുകയും ചെയ്തു. ഇപ്പോൾ നമ്മോടൊപ്പം ആശുപത്രിയിൽ നിന്നും ടോണി പീറ്ററിൻ്റെ ഭാര്യ സത്യയും മക്കളും ചേരുന്നുണ്ട്. ടോണി പീറ്ററിൻ്റെ 9 വയസ്സുള്ള മകൾ ബെല്ല ഇപ്പോൾ ചികിത്സയിലാണ്. മോൾക്ക് എന്താ സംഭവിച്ചത്? ഞങ്ങൾ ഇവൻ്റെ ബർത്ത്ഡേ ആയിട്ട് മന്തി വാങ്ങിക്കാനായിട്ട് അൽഡ്രീമിൽ പോയി വാങ്ങിച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഛർദിയൊക്കെ വന്ന് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഛർദി ഉണ്ടായിരുന്നു, ലൂസ് മോഷൻ ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആശുപത്രി വന്നതാ. ഡോക്ടർ എന്താ പറഞ്ഞത്? ഫുഡ് പോയ്സൺ ആണെന്ന്. എനിക്ക് ഛർദി ഉണ്ടായിരുന്നു, പിന്നെ ലൂസ് മോഷനും. ഇന്നലെ കഴിച്ചു കഴിഞ്ഞിട്ട് കിടക്കാൻ കിടന്ന് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റപ്പം ഛർദിച്ച്. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നോ? ബർത്ത്ഡേ അന്ന് കഴിച്ചതാണോ? 10-ാം തീയതി എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അൽഡ്രീമിൽ നിന്ന് പോയി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് കേക്ക് വാങ്ങിച്ചായിരുന്നു അന്ന്. കേക്ക് കട്ട് ചെയ്യുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പുറത്ത് കസിൻസൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ വിളിച്ചിട്ടാണ് കട്ട് ചെയ്തത്. കേക്ക് കഴിച്ചിട്ട് കസിൻസൊക്കെ പോയി. ഹസ്ബൻഡിൻ്റെ അനിയനും പിള്ളേരും വൈഫൊക്കെ ഉണ്ടായിരുന്നു. അവരും ഞങ്ങളുമാണ് കുഴിമന്തി കഴിച്ചത്. എന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരത്തോട് കൊച്ചിൻ്റെ വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നു. ഒരു വെളുപ്പിനൊക്കെ ആവാറായപ്പോഴാണ് കൊണ്ടുവന്നത്. രാത്രിയാണ് സ്റ്റാർട്ട് ചെയ്തത് വോമിറ്റിങ്ങൊക്കെ. ഇപ്പോഴും പിള്ളേർക്ക് ചെറുതായിട്ട് ലൂസ് മോഷൻ ഉണ്ട്. വന്നിട്ട് മോക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര വയറുവേദനയായിരുന്നു. അങ്ങനെ സ്കാനിങ് ചെയ്തു. ഞായറാഴ്ച സ്കാനിങ്ങിലൂടെ ഡോക്ടർ അവൈലബിൾ അല്ലായിരുന്നു. കൊച്ചിൻ്റെ ബുദ്ധിമുട്ട് കാരണം പുറത്തുനിന്നൊരു ഡോക്ടർ അവൈലബിൾ ആക്കിയിട്ടാണ് സ്കാനൊക്കെ ചെയ്ത്. അതിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കൊച്ചിന് ആൻറ്റിബയോട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു പിറ്റേ ദിവസം ആയപ്പോഴും ട്രിപ്പൊക്കെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്ന. കുട്ടികൾ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായില്ല, കണ്ടിന്യൂസ് ലൂസ് സ്റ്റൂളും വോമിറ്റിങ്ങും ആയിരുന്നു. ഇന്നലെയൊക്കെ ആയപ്പോഴൊന്ന് ബെറ്റർ ആയേക്കണത്. പിന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഫുഡ് ഇൻഫെക്ഷൻ്റെ കാര്യമായതുകൊണ്ട് ക്ലെയിം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ക്ലെയിം പോലും കിട്ടിയിട്ടില്ല. ഇന്നലെ ഒരു മോൺ ഡിസ്ചാർജ് ആയിട്ട് 7,000 സംതിങ് ബില്ല് വന്നു. അപ്പോൾ അവർ പറയണ ആൻറ്റിബയോട്ടിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലെയിം പോലും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ. ഇപ്പോൾ 2ാമത്തെ മോനാണെങ്കിലും കൊറിയയിലാണ് കിടക്കണത്. ക്ലെയിം കിട്ടോ ഇല്ല എന്ന് അറിഞ്ഞുകൂടെ. ഞങ്ങളുടെ കയ്യിലും കാശില്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ അടക്കണമെങ്കിലും. ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞ സപ്പോർട്ടായിട്ട് നിൽക്കാം, റീഇംബേഴ്സ്മെൻറ്റിന് കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കണേ. ഫുഡ് കഴിച്ചിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വന്നേക്കണത്. മൂത്ത മോനും അങ്ങനെ അതിന്
റിക്കവറായിട്ട് പോയിട്ടുണ്ട് വീട്ടിൽ. 7,000 സംതിങ് ആ ബില്ല് വന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് അടച്ചേക്കണത്. ക്ലെയിമിൽ നിന്ന് ഒരു തുക പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഇളയ മോനും എന്താണെന്നുള്ള അറിഞ്ഞൂടാ. ക്ലെയിമിന് കൊടുത്തിട്ടുണ്ട്. മൂത്ത മോക്ക് ആൻറ്റിബയോട്ടിക് ഉള്ളതുകൊണ്ട് ക്ലെയിം അപ്രൂവൽ ആയിട്ടുണ്ട്. ഇളയ മോൻ്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ ഈ കാശുമില്ല അടക്കാൻ. ഹസ്ബൻഡിന് ടൈൽസിൻ്റെ വർക്കാണ്. ഇന്നലെ ഒരു ലീവായിരുന്നു. പുള്ളിക്കും വയറ്റിളക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കണം. ക്ലെയിമിൻ്റെ കാര്യം പറയണത് ഇഞ്ചക്ഷൻ എന്തെങ്കിലും കൊടുത്താലാണ് നമുക്ക് അപ്രൂവൽ കിട്ടത്തുള്ളൂ എന്ന് അവർ പറയണം. നമ്മളപ്പോൾ കഴിവിനൊക്കെ ഇനിയിപ്പോൾ റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കണം. എന്താണെന്ന് പറഞ്ഞൂടെ. 3 പിള്ളേരാ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്ത അവസ്ഥ. ഇപ്പം ഹസ്ബൻഡ് ഈ ആഴ്ച മുഴുവൻ ലീവായിരുന്നു. ടൈൽസിൻ്റെ വർക്കാണല്ലോ. ഇത് പോയാലാണ് സാലറി കിട്ടത്തുള്ളൂ. തീർച്ചയായിട്ടും എന്തായാലും വലിയ ഒരു ദുരിതത്തിൽ തന്നെയാണ് ഈ ഒരു കുടുംബം. 3 കുട്ടികൾക്കും അസുഖമായി. ഈ കുട്ടികളുടെ പിതാവ് ടോണിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. ഇപ്പോൾ ഒരു കുട്ടിയെ തന്നെ കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ചെയ്തപ്പോൾ 7,000 രൂപയോളം അടയ്ക്കേണ്ടി വന്നു. അവരുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ കഴിയുന്നില്ല എന്നും പറയുന്നുണ്ട്. ഈ ഭക്ഷ്യവിഷബാധ ആയതുകൊണ്ട് ഈ ആൻറ്റിബയോട്ടിക്കുകളൊന്നും കൊടുക്കുന്നില്ല, ഇഞ്ചക്ഷനൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അതുതന്നെയാണ് ഈ ക്ലെയിം ചെയ്യാൻ ചെല്ലുമ്പോൾ ഇൻഷുറൻസുകാർ പറയുന്നത് ഇത് ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു കേസല്ല എന്നാണ് പറയുന്നത്. വലിയ ദുരിതത്തിലാണ്. എത്രയും വേഗം തന്നെ ഇവർക്ക് വേണ്ട ഒരു സഹായം കിട്ടണം. ഈ അൽഡ്രീമിൻ്റെ ഉടമ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഇതിനുള്ള ഒരു ചിലവ് വഹിക്കണം എന്നുള്ള കാര്യം ഈ ഒരു വാർത്തയിലൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും കുഞ്ഞുങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ആകും. അതിനുള്ള പണം കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.